സാധാരണ ഞങ്ങളുടെ ക്ലിനിക്കിലൊക്കെ കുട്ടികളൊക്കെ തട്ട് മുട്ടൊക്കെ കിട്ടി വരാറുണ്ട്. തലയടിച്ച് വീഴുക, തെന്നി വീഴുക. അങ്ങനെ അവർക്ക് തട്ട് കിട്ടുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ആ ക്ഷതം പറ്റിയ ഭാഗത്ത് കോൾഡ് കംപ്രസ്സാണ് വെക്കാൻ പറയുന്നത്. ഒരു ദിവസത്തിന് ശേഷം മുറിവെണ്ണ പഞ്ഞി വെച്ച് ചൂടാക്കി ഒഴിക്കാൻ പറയാറുണ്ട്. തട്ട് കിട്ടി അന്ന് മുതൽ ഒരാഴ്ച വരെ ചുക്ക്, മല്ലി, ജീരകം, ചുക്ക് ഒരു കഷ്ണം, മല്ലി 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, അതൊന്ന് ചതച്ച് വെള്ളമിട്ട് ആ വെള്ളം അല്പാൽപമായി കുടിക്കാൻ പറയാറുണ്ട്, ചെറിയ ചൂടോടെ. അപ്പോൾ ശരീരത്തിൽ നീർക്കെട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ അത് സഹായിക്കും. കുട്ടികളല്ല വലിയവർക്കാണ് വരുന്നതെങ്കിൽ നമ്മളവർക്ക് മർമ്മ കഷായം കൊടുക്കാറുണ്ട്. 21 ദിവസമെങ്കിലും മർമ്മ കഷായം കുടിക്കുന്നത് ശരീരത്തിൽ നീർക്കെട്ടുകളൊന്നും വരാതെയും ഈ ക്ഷതം കാരണം ഭാവി കാലത്ത് അവരുടെ ശരീരത്തിനൊരു കേടും വരാതെ ഇരിക്കാൻ സഹായിക്കും. ഒരു 14 ദിവസത്തെ മർമ്മ കഷായത്തിന് ശേഷമാണ് നമ്മൾ തടവൽ മുറകൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ആർക്കെങ്കിലും തട്ടോ മുട്ടോ മർമ്മക്ഷതങ്ങളോ ഉണ്ടാവുമ്പോൾ മിക്ക ആൾക്കാരും പോയി ഒരു എക്സ്റേ എടുത്ത് നോക്കാറുണ്ട് ഒരു വീഴ്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു തലയിടിച്ച് വീണ ഒരു CT സ്കാനിങ് എടുത്ത് നോക്കും. അന്നേരം അതിൽ കാണിക്കാൻ മാത്രം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് നോർമലായിട്ട് തോന്നും. പക്ഷേ നമുക്ക് ക്ഷതം ഏറ്റത് തന്നെയാണ്. നമ്മുടെ പ്രാണന് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണ്. പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം ഉണ്ടാവാതിരിക്കാനും പിൽക്കാലത്ത് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും നമ്മൾ അപ്പം തന്നെ ഒരു മർമ്മ ചികിത്സ എടുക്കേണ്ടതാണ്. അത് കൊച്ചു കുട്ടികളായാലും മധ്യവയസ്കരുള്ളവരായാലും ഇത്തിരി പ്രായമായവരാണെങ്കിലും ശരി, നമ്മളത് നിസ്സാരമായി കാണാതെ ഒരു പ്രശ്നം ഉണ്ടായതായി തന്നെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ തേടേണ്ടതാണ്.